ഹലോ, എല്ലാവർക്കും നമസ്കാരം. എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്ന് ഒരു ചെറിയൊരു അൺബോക്സിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ഫ്ലുവലിൻ്റെ തെർമോമീറ്റർ. ഓക്കെ, ഞാനിത് ഓൺലൈനിൽ ഫ്ലുവലിൻ്റെ ഇന്ത്യയുടെ ഫ്ലുവൽ വിൽക്കുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റായ മേപ്പിൾ പെറ്റ്സ് വഴി ഓർഡർ ചെയ്തതാണ്. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകാം. അവർ വളരെ നല്ല സർവീസാണ് നൽകുന്നത്. ഇത് ഫ്ലുവലിൻ്റെ തെർമോമീറ്ററാണ്. നമ്മളിത് ഗ്ലാസ്സിൽ പുറത്ത് വയ്ക്കുകയാണ് ചെയ്യുക. ഇത് നമുക്കപ്പോൾ അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ് ഇത് ഓക്കെ സോ ഇത് 3M സ്റ്റിക്കർ വെച്ച് നമ്മൾ ഗ്ലാസിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒട്ടിക്കുകയാണ് വേണ്ടത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് ടെമ്പറേച്ചർ അറിയേണ്ടത്, വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ അറിയേണ്ടത് ഏറ്റവും താഴെയുള്ള ടെമ്പറേച്ചറാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു മുക്കിൽ, അതായത് റൈറ്റ് സൈഡ് ബോട്ടമിലോ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് ബോട്ടമിലോ മുകളിൽ ആരും ഒട്ടിക്കരുത്. കാരണം മുകളിലത്തെ ടെമ്പറേച്ചർ അല്ല താഴെ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ചൂടുവെള്ളം കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തും സർക്കുലേറ്റ് ആയിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയണമെങ്കിൽ ഈ തെർമോമീറ്റർ നിങ്ങൾ ഏറ്റവും താഴെയുള്ള ഭാഗത്ത് ഏതെങ്കിലും ഒരു മുക്കിലായിട്ട് ഒട്ടിക്കേണ്ടതാണ്. ഓക്കെ, ഇത് 3Mൻ്റെ സ്റ്റിക്കർ ആയതുകൊണ്ട് ഒരു വട്ടം ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഊരുന്നത് ബുദ്ധിപരമായ ഒരു കാര്യമല്ല. കാരണം നിങ്ങൾക്കറിയാമല്ലോ, സ്റ്റിക്കറിൻ്റെ ബലം പോവും. ഓക്കെ, അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വെൽക്രോ ഉണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. ഓക്കെ, ഇത് വെൽക്രോ ആണ് ഗൈസ്, സോറി. ഓക്കെ, ഇത് വെൽക്രോ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഭാഗം എവിടെയാണ് ഒട്ടിക്കുന്നത് അത് മാത്രം നിങ്ങൾ ആലോചിച്ച് നല്ലൊരു തീരുമാനമെടുത്ത് അത് ഒട്ടിക്കുക. തെർമോമീറ്റർ ബാറ്ററി മാറ്റുന്നതിനായി നമുക്ക് ഊരാൻ സാധിക്കും. ഇത് ഊരി ബാറ്ററി മാറ്റി വീണ്ടും ഒട്ടിക്കാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ കൂടെ ബാറ്ററി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതാ ബാറ്ററി ഇവിടെയുണ്ട്. ഇതാണ് തെർമോമീറ്റർ. ഓക്കെ, ഇത് സെൻസറാണ് ഗൈസ്, ഇത് ബാറ്ററി അല്ല, ഇത് സെൻസറാണ്. ബാറ്ററി ഇതാണ്, പാക്കിൽ സെപ്പറേറ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ബാറ്ററിക്ക് കംപ്ലൈൻ്റ് ഒന്നും വരാതിരിക്കാനാണ് അവർ ഇതിൽ ഒട്ടിക്കുന്നത്. നമ്മളപ്പോൾ ഇത് സ്ലൈഡ് ചെയ്യാൻ സാധിക്കും. നമുക്ക് സ്ലൈഡ് ചെയ്തിട്ട് നമ്മളിവിടെയാണ് ബാറ്ററി പ്ലേസ് ചെയ്യുക. നമ്മളിവിടെ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഫാരൻഹൈറ്റ് അല്ലെങ്കിൽ ഡിഗ്രി, പിന്നെ റൂം ടെമ്പറേച്ചർ കാണിക്കും. അതൊക്കെ പിന്നെ ഫിഷ് ടാങ്കിലുള്ള ടെമ്പറേച്ചർ, റൂം ടെമ്പറേച്ചർ, അത് ഫാരൻഹൈറ്റിലും കാണിക്കും, സെൽഷ്യസിലും കാണിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിത് അതിലോട്ട് ഇടാൻ എങ്ങനെയാണ് ഇടുക എന്ന് നോക്കാം. ഓക്കെ, നമ്മളപ്പോൾ ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ബാറ്ററി ഇടുകയാണ്. ഓക്കെ, കറക്റ്റ് സൈഡിൽ ഇട്ടോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. ഓക്കെ, പ്രസ് ചെയ്തിട്ട് നമ്മളൊന്ന് തിരിക്കുക, അല്ലെങ്കിൽ അത് വീണ്ടും ലൂസാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമുക്കിതിൽ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് വാട്ടർ ടെമ്പറേച്ചർ. അതായത് ഈ സെൻസർ സെൻസ് ചെയ്തിട്ടുള്ള ടെമ്പറേച്ചർ എത്രയാണെന്നും റൂം ടെമ്പറേച്ചർ എത്രയാണെന്നും കാണിക്കും. ഇപ്പോൾ നമ്മളിത് ഫിഷ് ടാങ്കിൽ എവിടെയും മുട്ടിക്കാത്തത് കൊണ്ട് റൂം ടെമ്പറേച്ചർ 33ഉം വാട്ടർ ടെമ്പറേച്ചർ 33.4 ആയിട്ടാണ്. അതായത് ഈ സെൻസർ വഴി കാണിക്കുന്നത് 4. ഇപ്പോൾ ഞാൻ വിരൽ വയ്ക്കുമ്പോൾ സെൻസർ ടെമ്പറേച്ചർ മാറുന്നുണ്ടോ എന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ വിരൽ വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ സെൻസർ ടെമ്പറേച്ചർ മാറുന്നുണ്ടോ എന്ന് നോക്കാം നമുക്ക്. അപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ 33.4. ഓക്കെ, മാറി. 33.4 ആയിരുന്നു നേരത്തെ കാണിക്കേണ്ടിരുന്നത്, ഇപ്പോൾ 34 ആയി. അപ്പോൾ എൻ്റെ ബോഡി ടെമ്പറേച്ചറാണ് ഇപ്പോൾ കാണിക്കുന്നത്. അതായത് ഈ വിരലിലുള്ള ടെമ്പറേച്ചറാണ് സെൻസർ വഴി കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനത് റിലീസ് ചെയ്തു. അപ്പോൾ വീണ്ടും ടെമ്പറേച്ചർ മാറുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാൻ സെൻസറിലൊന്നും തൊട്ടിട്ടില്ല. നമുക്ക് ടെമ്പറേച്ചർ മാറുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാം. എല്ലാം 30 സെക്കൻഡിൽ അങ്ങോട്ടാണ് ഇതാവുക. അതായത് ടെമ്പറേച്ചർ വീണ്ടും സെൻസ് ചെയ്യുക. നമുക്കിത് താഴെ വെച്ച് നോക്കാം. എൻ്റെ ഈ മൗസ് പാഡിൽ എത്രയാണ് ടെമ്പറേച്ചർ മാറുന്നുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ മൗസ് പാഡിൽ അമർത്തി പിടിച്ച് വെച്ചിരിക്കുകയാണ്. ടെമ്പറേച്ചർ മാറുന്നുണ്ടോ എന്നറിയാൻ. മാറി. അപ്പോൾ നമുക്ക് 34 നിന്ന് 33.7 അത് മാറിയിരിക്കുകയാണ്. അപ്പോൾ സെൻസർ വർക്ക് ചെയ്യുന്നുണ്ട് ഗൈസ്. ഇതാണ് സെൻസർ. ഇത് ഗ്ലാസ്സിൽ, അതായത് നമ്മളുടെ അക്വേറിയത്തിൻ്റെ ഗ്ലാസ് പെട്ടെന്ന് ചൂടും തണുപ്പും ടെമ്പറേച്ചർ സെൻസ് ആവും. കാരണം നിങ്ങൾ കാറിൻ്റെ ചില്ലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ പെട്ടെന്ന് AC ഓൺ ചെയ്യുമ്പോൾ കാറിൻ്റെ ചില്ലിൽ മൊത്തം മിസ്റ്റ് വരും. അത് ഗ്ലാസ് പെട്ടെന്ന് തന്നെ ടെമ്പറേച്ചർ സെൻസ് ചെയ്യുന്നത് കൊണ്ടാണ്.
ഓക്കെ, അതുപോലെ തന്നെയാണ് ഇവിടെയും വർക്ക് ചെയ്യുക. ഗ്ലാസ്സിൽ നിന്ന് അക്വേറിയത്തിനകത്തുള്ള ടെമ്പറേച്ചർ ഈ സെൻസർ വഴി സെൻസ് ചെയ്യും. വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള മെഷർമെൻ്റ് ആണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ റൂം ടെമ്പറേച്ചറും കാണിക്കും, നമ്മുടെ റൂമിൽ എത്ര ടെമ്പറേച്ചർ ഉണ്ടെന്ന് കാണിക്കും. പിന്നെ നമുക്ക് ഈ ബട്ടൺസ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഡിഗ്രി സെൽഷ്യസിലാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഫാരൻഹൈറ്റ് വഴി നോക്കുമ്പോൾ 91.4. പിന്നെ ഇത് വീണ്ടും ഡിഗ്രി സെൽഷ്യസിലേക്ക് വന്നു 33.0. അങ്ങനെ ഇപ്പോൾ ആ ബട്ടൺ അത് മാത്രമേ ചെയ്യൂ. ഡിഗ്രി സെൽഷ്യസും ഫാരൻഹൈറ്റും നമുക്ക് ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ അത് വയ്ക്കാം. ഞാൻ ഡിഗ്രി സെൽഷ്യസ് ആണ് മെഷർ ചെയ്യാറ്, അപ്പോൾ സെൽഷ്യസ് വഴി തന്നെ. ഓക്കെ, അപ്പോൾ അതാണ്. താങ്ക് യു ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂടുതൽ അൺബോക്സിങ്ങുകളായി വരുന്നതാണ്. ഫ്ലുവലിൻ്റെ വേറൊരു പ്രൊഡക്റ്റ് ഉണ്ട്, എല്ലാവരും അതിനായി വെയിറ്റ് ചെയ്യുക.